സംസ്ഥാനത്ത് സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കും കെഎസ്ആർടിസി ഓർഡിനറി ബസ്സുകളിൽ ദൂരപരിധിയില്ലാതെ സൗജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിയുടെ ഉദ്ഘാടനം ഇടുക്കി ജില്ലയിൽ വലിയ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി. ദേവികുളം മണ്ഡലത്തിലെ സൗജന്യ യാത്രയുടെ ഉദ്ഘാടനം ദേവികുളം എംഎൽഎ എഫ് രാജൻ നിർവഹിച്ചു. സ്ത്രീകൾക്കായുള്ള സൗജന്യ യാത്രയ്ക്ക് ഇന്ന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് ദേവികുളം മണ്ഡലത്തെ അപേക്ഷിച്ച് ഈ സൗജന്യ യാത്ര വിജയകരമാകും? വനിതാമാർക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. നമുക്ക് ഇന്ന് നമ്മുടെ മുഖ്യമന്ത്രി 5 വാക്ക് ദാനം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഒന്ന്, ഇന്ന് KSRTCയിൽ സ്ത്രീക്ക് ഒന്ന് ഫ്രീ ആയിട്ട് സൗജന്യ യാത്രയാണ്. ഇവരൊക്കെ കണ്ട ഭയങ്കര സന്തോഷത്തിലാണ് ഇരിക്കുന്നത്. മൂന്നാർ സംബന്ധിച്ചോളം കുടുംബപ്പെട്ട തേനി 200 രൂപയുടെ മേലിലാണ് ടിക്കറ്റ്. ഇവിടെ എല്ലാവരും കൂലിപ്പണി ചെയ്ത് പോകുന്ന ആൾക്കാരാണ്. അവർക്കൊരു 200 രൂപ എന്ന് വെച്ചാൽ വലിയ പൈസ തന്നെയാണ്. അവർക്ക് ഇതിനകത്ത് ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാന്ന് വെച്ചാൽ ഭയങ്കര സന്തോഷമാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഞാൻ നന്ദി പറയുവാണ്. അതുപോലെ തന്നെ നമ്മുടെ ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ ശ്രീ CP ജോൺ അവർക്കും ഞാൻ നന്ദി പറയുവാണ്. പറഞ്ഞ വാക്ക് നമുക്ക് ഇന്ന് നേടിക്കൊടുത്ത ആളാണ്. അവർക്ക് എത്ര നന്ദി പറഞ്ഞാലും തീരൂല. ഇതുപോലെ തമിഴ്നാട്ടിൽ ഉണ്ട്, പക്ഷെ കേരളത്തിൽ ഇങ്ങനെ ഫ്രീ ആയിട്ട് KSRTC ബസ്സിൽ യാത്ര ചെയ്യുന്ന വെച്ചാൽ ഭയങ്കര അപൂർവമാണ്. ഇവരെല്ലാവർക്കും നന്ദി പറയുവാണ്. നിലവിൽ ഇടുക്കിയുടെ ഉൾമേഖലകളൊക്കെ ഈ KSRTC ബസ്സിന്റെ ഒരു കുറവുണ്ട്. അത്തരത്തിൽ ഒരു നടപടി ഉണ്ടാകുമോ? ഇനി ബസ് സർവീസുകൾ കൂടുതൽ കൂട്ടാൻ വേണ്ടി ദേവികുളം അടക്കമുള്ള സ്ഥലങ്ങളിൽ അത്ര ഒരു സർവീസ് നടത്താൻ കൂട്ടാനുള്ള ഒരു ഇടപെടൽ ഉണ്ടാവും MLA യുടെ ഭാഗത്ത്? ഇതിപ്പോ തുടക്കം കുറിച്ചതേ ഉള്ളൂ. നമ്മുടെ ട്രാൻസ്പോർട്ട് മിനിസ്റ്ററിന് ഇതിന് കാര്യങ്ങൾ പറഞ്ഞ് ബോധിപ്പിച്ച് നമ്മൾ പുതിയ ബസ് വിടാനുള്ള ഏർപ്പാട് ചെയ്തിരിക്കും. ഏതായാലും ഈ സൗജന്യ യാത്ര സാധാരണക്കാർക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനകരമാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ക്യാമറമാൻ AP രാജയ്ക്കൊപ്പം വിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.